ഇനി മുതൽ വന്യജീവി ആക്രമണം വനത്തിന് അകത്തായാലും പുറത്തായാലും ധനസഹായം. വന്യജീവി ആക്രമണത്തിൽ നഷ്ടപരിഹാരം നൽകുന്നതിലെ മാനദണ്ഡത്തിൽ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് സർക്കാർ. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായമാണ് സർക്കാർ നൽകുക. 4 ലക്ഷം രൂപ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ബാക്കി 6 ലക്ഷം രൂപ വനം വകുപ്പ് തനത് ഫണ്ടിൽ നിന്നുമായിരിക്കും ലഭ്യമാക്കുക. മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഈ ഉത്തരവ്. പാമ്പ്, തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിന് 4 ലക്ഷം രൂപയാണ് ധനസഹായം നൽകുക. വന്യജീവി ആക്രമണത്തിൽ 40% മുതൽ 60% വരെയുള്ള പരിക്കുകൾക്ക് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും 74,000 രൂപയും വനം വകുപ്പിൽ നിന്നുള്ള 1,26,000 രൂപയും ഉൾപ്പെടെ 2 ലക്ഷം രൂപ ലഭിക്കും. കൈ, കാൽ, കണ്ണ് എന്നിവ നഷ്ടപ്പെട്ടാലും ഈ ധനസഹായം ലഭ്യമാകും. ഒരാഴ്ചയിൽ കൂടുതൽ ആശുപത്രിവാസം വേണ്ടിവരുന്ന ഗുരുതരമായി പരിക്കേറ്റാൽ 1 ലക്ഷം രൂപയും ഒരാഴ്ചയിൽ കുറവാണെങ്കിൽ SDRF ഫണ്ടിൽ നിന്നും 5,000 രൂപ മുതൽ 10,000 രൂപ വരെയും ലഭിക്കും. വന്യജീവി ആക്രമണത്തിൽ വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്ന കുടുംബങ്ങൾക്ക് വസ്ത്രങ്ങൾക്കും വീട്ടുപകരണങ്ങൾക്കുമായി 2,500 രൂപ വീതം ലഭ്യമാക്കും. വന്യമൃഗാക്രമണത്തിൽ മരിച്ചവരുടെ അന്ത്യകർമ്മങ്ങൾക്കായി 10,000 രൂപ എക്സ്ഗ്രേഷ്യ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അനുവദിക്കും. തിരച്ചിൽ, രക്ഷാപ്രവർത്തനം, ദുരന്ത സാധ്യതയുള്ളവരെ ഒഴിപ്പിക്കൽ എന്നിവയുടെ യഥാർത്ഥ ചെലവും ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും നൽകും. വന്യമൃഗാക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ ചത്താലും നഷ്ടപരിഹാരമുണ്ട്. എരുമ, പശു എന്നിവയാണെങ്കിൽ 37,500 രൂപ മുതൽ 1,12,500 രൂപ വരെയും, ആട്, പന്നി എന്നിവയാണെങ്കിൽ 4,000 രൂപ മുതൽ 20,000 രൂപയുമാണ് നഷ്ടപരിഹാരം. കോഴി, താറാവ് ഒന്നിന് 100 രൂപയും, കാലിത്തൊഴുത്ത് നഷ്ടമായാൽ 3,000 രൂപ മുതൽ 10,000 രൂപ വരെയും ലഭിക്കും. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.